ഇപ്പം ഞാനിവിടെ ഒരു ഇമേജ് കാണിക്കുന്നുണ്ടല്ലോ. ഇമേജ് ഒരു ഗ്രൂപ്പ്, അതായത് യമനിലെ ക്യാബിനറ്റ് ഗ്രൂപ്പാണിത് കേട്ടോ. അതായത് ഈ ഒരു മീറ്റിംഗ് നടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആൾക്കാരാണിത്. അതായത് ഒരു പ്രൈം മിനിസ്റ്റർ ക്യാബിനറ്റ് മീറ്റിംഗ് വിളിക്കുന്നു, ക്യാബിനറ്റിലെ മെമ്പർമാരെല്ലാം ഒത്തുകൂടുന്നു, അതിനോടൊപ്പം അവരുടെ സേനാ മേധാവിയും കാര്യങ്ങളൊക്കെ ഉള്ളിൽ പോയി ഇരുന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്ഥലത്തേക്ക് ഒരു ബോംബ് വരികയാണ്. കഴിഞ്ഞ്. ഇതാണ് സംഭവം. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിൽ ഞാൻ കാണിക്കുന്ന ഈ ഗ്രൂപ്പില്ലേ, ഇതിനകത്ത് 10-20 ആൾക്കാരുണ്ട്. ഇവരിൽ ഏതാണ്ട് 4 പേര് മാത്രമാണ് രക്ഷപ്പെട്ടത്, അതും ഗുരുതരമായ പരിക്കുകളോടുകൂടി. ഇറാനിൽ എന്താണ് സംഭവിച്ചത്? അതിനേക്കാളും ഭീകരമായ അവസ്ഥയിലാണ് ഇസ്രായേൽ ഈ ഒരു ഓപ്പറേഷൻ നടപ്പിലാക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹൂത്തികൾ കണ്ണു തള്ളിയിരിക്കുന്ന അവസ്ഥയാണ്. ഇസ്രായേൽ ഇങ്ങനത്തെ ഒരു ഓപ്പറേഷൻ നടത്തുമെന്നുള്ളത് അവരൊട്ടും പ്രതീക്ഷിച്ചില്ല. ശരിക്കും ഇസ്രായേലിൻ്റെ മൊസാദിനെ അവർ ഇത്രത്തോളം പവർഫുൾ ആണെന്ന് കരുതിയില്ല. അവർ മൊസാദിനെ കുറിച്ച് പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഇപ്പോഴാണ് ശരിക്കും അവർ അറിയുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ മൊസാദിന് ഈ ഹൂത്തികളുടെ ഇടയിൽ കയറി പറ്റാൻ ഭയങ്കര പ്രയാസമായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കിടപ്പുണ്ട്. 2000, 2012, 2016 ഇപ്പോഴൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, അവിടെയൊക്കെ പരാജയമായി. ഇത്തവണ കൃത്യമായിട്ട് ടാസ്ക് പൂർത്തീകരിച്ചിരിക്കുകയാണ് മൊസാദ്. നിങ്ങൾ ഈ ലിസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ഈ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ശരിക്കും യമൻ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ലിസ്റ്റാണ്. ഇതിൽ പ്രൈം മിനിസ്റ്റർ അഹ്മദ് ഗാലിബ് അൽ റഹ്വി, അതുപോലെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ അഫയേഴ്സ് സാമിർ മുഹമ്മദ് അഹമ്മദ് ബജാല, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ റദ്വാൻ അലി അൽ റുബായി, മിനിസ്ട്രി ഓഫ് എക്കണോമി മായിൻ ഹാഷിം അഹമ്മദ് അൽ മഹാക്രി, അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസ് മുജാഹിദ് അഹമ്മദ് അബ്ദുള്ള അലി, മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ഹാഷിം ഷറഫ് അൽദിൻ, മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഹസൻ അൽ സാദി, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് ജമാൽ അഹമ്മദ് അലി അമർ, ഡെപ്യൂട്ടി മിനിസ്റ്റർ ഓഫ് ഇന്റീരിയർ അബ്ദുൽ മജീദ് അൽ മുർദദ, കമാൻഡർ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ ഷാക്കിർ അൽ ഷർക്കാബി. ഇത്രയും ആൾക്കാരാണ് എലിമിനേറ്റ് ചെയ്യപ്പെട്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിൽ ഇരുന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരു സുപ്രഭാതത്തിൽ ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എലിമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇത് യമനിലെ ഹൂത്തികൾ അവരുടെ ജന്മത്തിൽ മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആക്രമണമാണ്. ഇനിയിപ്പം നേരെ ഗാസയിൽ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അവിടെ അബു ഉബൈദ ഈ പിക്ചറിൽ കാണിക്കുന്ന ആളാണ്. ഇവരെ എപ്പോഴും മുഖം മൂടി തന്നെയാണ് ഇരിക്കുന്നത്. ഇയാളുടെ കണ്ണ് വെച്ചിട്ടാണ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇസ്രായേൽ ഇത് ഉറപ്പുവരുത്തി പറയുന്നത്. പക്ഷെ ഇപ്പോഴും നമുക്കിത് ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഇത് ഹമാസിന്റെ സൈഡിൽ നിന്നും ഉറപ്പുവരുത്തിയിട്ടില്ല. കാരണം ഇതിനു മുമ്പ് പണ്ടും ഈ അബു ഉബൈദ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഹമാസ് അതിനെ ഡിനൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ ഇപ്പം ഈ നിമിഷം വരെ ഹമാസിന്റെ സൈഡിൽ നിന്ന് ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. ഈ അബു ഉബൈദയാണ് എപ്പോഴും പത്രസമ്മേളനം കൊടുക്കുന്നത്, പത്രക്കുറിപ്പ് ഇറക്കുന്നത്. ഈ ബന്ദികളെ മോചിപ്പിച്ച സമയത്തും ഇയാൾ മേശപ്പുറത്തിരുന്ന് ഡോക്യുമെന്റ് ഒക്കെ സൈൻ ചെയ്യുന്ന പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു വ്യക്തിയാണ്. ഇവിടെ സ്വന്തം താമസ സ്ഥലം അത് കൃത്യമായിട്ട് കണ്ടെത്തി, എവിടെയാണ് ഇയാളുടെ ഒളിത്താവളം എന്നുള്ളത് കണ്ടറിഞ്ഞ് കൃത്യമായിട്ട് അവിടെ മൊസാദ് ടാർഗറ്റ് ഓപ്പറേഷൻ നടത്തിയതായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. എന്നാൽ ഇത് ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് മാത്രം വരുന്ന കൺഫർമേഷനാണ്. ഇത് ഇതുവരെ ഹമാസിന്റെ സൈഡിൽ നിന്ന് കൺഫേം ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഹൂത്തികളുടെ ഇടയിൽ നിങ്ങൾ നോക്കൂ, 2 ദിവസമായി ഹൂത്തികളെ അറ്റാക്ക് ചെയ്തിട്ട്. ഇന്നാണ് ഹൂത്തികൾ ഈ ഒരു ലിസ്റ്റ് തന്നെ പുറത്തിറക്കുന്നത്, ഇത്ര ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. അതും അവർ പ്രൈം മിനിസ്റ്റർ മാത്രം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് അവരുടെ രാജ്യത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഇതൊക്കെ പത്രക്കുറിപ്പിലാണ് ഇവർ പുറത്തിറക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഹമാസും ഇപ്പം ഈ ഒരു അബു ഉബൈദ മാത്രമാണോ, ഇനി അബു ഉബൈദയെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാർ എത്ര പേരുണ്ട്, ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുള്ളൂ. ഇത്തവണത്തെ ഇസ്രായേലിൻ്റെ ഈ ഒരു അറിയിപ്പ് ഏകദേശം ഒരു 99% കൺഫേം ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം ആ രീതിയിൽ തന്നെയാണ് വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അവർ 2 ഇമേജും, ഇയാളുടെ മുഖംമൂടി ഇല്ലാത്ത ഇമേജ്, കാരണം ഇയാളുടെ പേര് അബു ഉബൈദ എന്നല്ല, ഇയാൾക്ക് ആക്ച്വലി വേറൊരു പേരുണ്ട്. അപ്പോൾ ആ പേരും എല്ലാം പബ്ലിഷ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഒരു വാർത്ത കൺഫേം ചെയ്യുന്നത്. ഹൂത്തികൾ ഇസ്രായേലിനെതിരെ താക്കീത്, വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. അതായത് എങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ ക്യാബിനറ്റ് കമ്മിറ്റി മൊത്തത്തിൽ 10-20ഓളം ആൾക്കാരെ നിങ്ങൾ ഇല്ലാതാക്കിയോ, അതുപോലെ ഞങ്ങൾ നിങ്ങളുടെയും പ്രധാനമന്ത്രിക്കിട്ടാണ് താക്കീത്.
ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെയാണ് ഹൂത്തികൾ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. അപ്പോഴേക്കും ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് വെയിറ്റ്, നിങ്ങൾ കൂടുതൽ ആക്രോശപരമായിട്ട് ഒന്നും പറയാൻ നിൽക്കേണ്ട, ഞങ്ങളുടെ ലിസ്റ്റ് പൂർത്തിയാക്കിയിട്ടില്ല, ഞങ്ങളുടെ ലിസ്റ്റ് ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ, ഞങ്ങളുടെ ലിസ്റ്റ് ഒന്ന് പൂർത്തിയാക്കാൻ അനുവദിക്കണം, ഞങ്ങളുടെ ലിസ്റ്റ് പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വെല്ലുവിളി നടത്താം. അതായത് നിങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ഹൂത്തികളിൽ വെല്ലുവിളി നടത്താൻ പാകത്തിന് ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ വെല്ലുവിളി നടത്താം. ഇപ്പം നിലവിൽ ഇസ്രായേലിനെതിരെ ഒരു വെല്ലുവിളിയും ഉയർത്തേണ്ട, കാരണം ഞങ്ങളുടെ ലിസ്റ്റ് ഇപ്പോഴും ലൈവിലാണ്, ഞങ്ങൾ വീണ്ടും വരും. അത് ചിലപ്പോൾ ഇപ്പം വരും, 1 മണിക്കൂർ കഴിഞ്ഞ് വരും, ചിലപ്പോൾ ഇന്ന് രാത്രി വരും, ചിലപ്പോൾ നാളെ വരും, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വരും, പക്ഷേ ഞങ്ങൾ വന്നിരിക്കും എന്നുള്ളത് ഉറപ്പിച്ചങ്ങ് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ആ രീതിയിൽ ഹൂത്തികൾക്കും ഇസ്രായേലിനുമായിട്ടുള്ള യുദ്ധം അടുത്ത ലെവലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഗാസയ്ക്കുള്ളിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഗാസയ്ക്കുള്ളിൽ ഡെയിലി 20, 25, 30 വെച്ചിട്ട് കാഷ്വാലിറ്റീസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ആ രീതിയിലാണ് കാര്യങ്ങൾ. ഒരു സൈഡിൽ ലെബനാൻ തകർത്ത് വെച്ച ആക്രമണം, ലെബനാൻ്റെ ഉള്ളിൽ ഞാൻ ഈ വീഡിയോ ഫുട്ടേജ് ഇവിടെ വെക്കാം. ഈ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ലെബനാൻ്റെ ഉള്ളിൽ നടക്കുന്നത്. സിറിയ ഓൾറെഡി തന്നെ 2 ദിവസങ്ങൾക്ക് മുമ്പ് തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ സിറിയയ്ക്കുള്ളിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ അറഞ്ചം പുറഞ്ഞം അടിച്ച് തള്ളുകയാണ് മിഡിൽ ഈസ്റ്റ് മൊത്തത്തിൽ. അത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫൈനൽ റൗണ്ട് അപ്പ് അറ്റാക്ക് മാതിരിയാണ് നമുക്ക് തോന്നുന്നത്. ആ രീതിയിലാണ് ആക്രമണങ്ങൾ നടക്കുന്നത്. പക്ഷേ ഈ സറൗണ്ടിങ്ങിൽ ഇത്രത്തോളം ആക്രമണങ്ങൾ നടക്കുമ്പോഴത്തേക്കും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നത് ഗാസയ്ക്കുള്ളിൽ തകൃതിയായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ആർക്കും തന്നെ ഗാസയ്ക്കുള്ളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. ആ അവസ്ഥയിലേക്കാണ് ഇസ്രായേൽ കാര്യങ്ങൾ എത്തിക്കുന്നത്. കാരണം നിങ്ങൾക്കിപ്പോൾ ഇനിയിപ്പോൾ ഹൂത്തികളെക്കുറിച്ചും ലെബനാനെക്കുറിച്ചും സിറിയയെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഗാസ വെടിപ്പാക്കി ക്ലീൻ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ദൗത്യം, പ്രാഥമികമായിട്ടുള്ള ദൗത്യം. അതാണ് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിരൂക്ഷമായ നിലയിലുള്ള ആക്രമണം. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരു 2 ആഴ്ചക്ക് 2 to 3 വീക്സിന്റെ ഉള്ളിൽ ഗാസയിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളൊരു മെസ്സേജാണ് നെതന്യാഹുവിന് അമേരിക്കയുടെ സൈഡിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ശക്തമായ ആക്രമണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ന്യൂയോർക്ക് പോസ്റ്റിൽ വന്ന ഒരു വാർത്തയാണ്. ന്യൂയോർക്ക് പോസ്റ്റിൽ വന്നിരിക്കുന്നത് റെജീം ചേഞ്ച്, ഇസ്ലാമിക് ഭരണകൂടത്തിൻ്റെ റെജീം ചേഞ്ച് നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സിവിൽ വാർ പൊട്ടിപ്പുറപ്പെട്ടേക്കാം എവിടെ, ഇറാനിൽ എന്നുള്ളൊരു വാർത്തയും കൂടി ന്യൂയോർക്ക് പോസ്റ്റിൽ വളരെ വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിന് കാരണമായിട്ട് പല വിഷയങ്ങളും അവർ പറയുന്നുണ്ട്. അതെല്ലാം തന്നെ ഈ ന്യൂക്ലിയർ ആയുധം ഉൽപ്പാദിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്പുമായിട്ട് സഹകരിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ, അമേരിക്കയുമായിട്ട് ഒരു ചർച്ചയ്ക്ക് ഇരിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ, കാരണം ഈ ആണവ കരാറുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് വാർത്തകൾ വരുന്നുണ്ട്. അവർ വളരെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് ആണവായുധം നിർമ്മിക്കാനുള്ള ആ പരിപാടിയുമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ് എന്നുള്ള വാർത്തകളും കൂടി വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ന്യൂയോർക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞ മാധ്യമം ഈ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇറാൻ ലിസ്റ്റിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.